നമസ്കാരം. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ട്രംപ് വീണ്ടും വീണ്ടും ലോക ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. അദ്ദേഹം ഇത്തവണയും ശക്തമായി തിരിച്ചെത്തിയിരിക്കുന്നു. ഓരോ ദിവസവും ഓരോ തിരിച്ചെത്തലുകളാണ്. ബോർഡ് റൂമിൽ നിന്ന് ബ്രീഫിംഗ് റൂമുകളിലേക്ക് പോയപ്പോഴും ടെലിവിഷൻ സ്ക്രീനുകളിൽ നിന്ന് വൈറ്റ് ഹൗസിലേക്ക് പോയപ്പോഴും ട്രംപ് തന്നിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ ആരെയും അനുവദിച്ചിരുന്നില്ല. എന്താണ് ഈ ആഴ്ചയിൽ സംഭവിച്ചത്? ഈ ആഴ്ചയിലും അദ്ദേഹം തന്നെയാണ് സ്പോട്ട്ലൈറ്റിൽ. ഈ ആഴ്ചയിൽ, അതായത് ഇന്നലെ, അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ തൻ്റെ ഷാർപ്പി പേന കൊണ്ട് എഴുതിയ കത്ത് ലോകത്തെ വീണ്ടും ഞെട്ടിച്ചു. അദ്ദേഹം ഒരു ഷോ ഡൗൺ പ്രസിഡന്റ് ആണ് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഇപ്പോഴും എപ്പോഴും അദ്ദേഹം തൻ്റെ തന്നെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ട്രംപ് എങ്ങനെയാണ് ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റുന്നതെന്നും ഇത് യാദൃച്ഛികമല്ലെന്നും ഇതൊരു തന്ത്രമാണെന്നും നമുക്ക് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. 2025 ജൂൺ 30, അതായത് ഇന്നലെ, പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ് അവരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ബാങ്കറായ, അതായത് ഫെഡറൽ റിസർവിന്റെ ചെയർമാനായ ജെറോം പവലിന് സ്വന്തം കൈപ്പടയിലുള്ള ഒരു കുറിപ്പ് അയച്ചു. അതെ, അദ്ദേഹത്തിന്റെ ആ ഒരു കറുത്ത പേനയുണ്ട്, ഷാർപ്പി പേന, അത് ഉപയോഗിച്ച് തന്നെയാണ് എഴുതിയത്. ഇമെയിൽ ഉപയോഗിച്ചില്ല, ഒരു ടൈപ്പ് റിട്ടേൺ സാധനമല്ല ഉപയോഗിച്ചത്. കൈകൊണ്ട് ഒരു പ്രസിഡന്റ്, അതും അമേരിക്കൻ പ്രസിഡന്റ്, ലോകത്തിലെ ഏറ്റവും ശക്തനായ ബാങ്കർക്ക് എഴുത്തെഴുതുകയായിരുന്നു. എന്താണ് അതിനകത്ത് എഴുതിയിരുന്നത്? നിങ്ങൾ പലിശ നിരക്ക് വളരെയധികം കുറയ്ക്കണം. ആ കുറിപ്പിനോടം അദ്ദേഹം ഒരു കളേർഡ് ചാർട്ടും കൂടെ വെച്ചിരുന്നു, കളർ പ്രിന്റ് ചെയ്ത ചാർട്ട്. അതായത് ഈ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ പലിശ നിരക്ക് വളരെ കുറവാണ്, അതിൻ്റെ ഒരു താരതമ്യ പഠനത്തിന്റെ ചാർട്ടാണ് അദ്ദേഹം വെച്ചിരുന്നത്. ഇത് ഒരു വിഷ്വൽ തിയേറ്റർ ആണെന്ന് പറയാം അദ്ദേഹത്തിന്റെ. അതായത് ഇതൊരു സാധാരണ നയപരമായ ആശയവിനിമയമല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു വിഷ്വൽ തിയേറ്റർ എന്ന് വേണം അതിനെ കരുതാൻ. അദ്ദേഹം ഈ ജെറോം പവലിനോട് മാത്രമല്ല സംസാരിച്ചത്, അദ്ദേഹം പൊതുജനങ്ങളോട് സംസാരിച്ചു, വിപണികളോട് സംസാരിച്ചു, മാധ്യമങ്ങളോട് സംസാരിച്ചു. അവർക്ക് വേണ്ടി ശരിക്കും പറഞ്ഞ ഒരു പ്രകടനമാണ് നടത്തുന്നത്. നമ്മൾ വിചാരിക്കാം, എന്തിനാണ് 2025 അമേരിക്കൻ പ്രസിഡന്റ് സ്വന്തം കൈപ്പടയിലുള്ള ഒരു കത്തയച്ചതിന്റെ കാരണം എന്താണ്? അതിനെയാണ് അറ്റൻഷൻ ഗ്രാബിംഗ് എന്ന് പറയുക. അറ്റൻഷൻ ആണ് ശക്തി എന്ന് ട്രംപിന് നന്നായിട്ട് അറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ഒരു പ്രത്യേക ഫോർമുലയാണ് എപ്പോഴും പിന്തുടരുന്നത്. എപ്പോഴും നമുക്കറിയാം, വിളിച്ചു കൂട്ടിയുള്ള പത്രസമ്മേളനങ്ങളോ അങ്ങനെയൊന്നും അല്ല പലപ്പോഴും ചെയ്യുക. എപ്പോഴും വളരെ സിമ്പിളായിട്ട് കാര്യം പറയും. അദ്ദേഹത്തിന്റെ ട്രൂ സോഷ്യൽ അല്ലെങ്കിൽ എക്സിൽ കാര്യങ്ങൾ എഴുതും. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ചെറിയ ചെറിയ പ്രസ്താവന, അല്ലെ? ആർക്ക് വേണമെങ്കിൽ അത് കാര്യം മനസ്സിലാവും. അങ്ങേര് എന്താണ് പറഞ്ഞതെന്ന് എല്ലാവർക്കും കാര്യം മനസ്സിലാവും. പിന്നെ ഓരോന്നും ഒരു പ്രകടനമാണ്, അത് സ്പെക്ടക്കിൾ എന്ന് പറയും. കാര്യങ്ങൾ എപ്പോഴും ഈ ദൃശ്യപരമായും നാടകീയമായും ഓർമ്മയിൽ നിൽക്കുന്നതുമായിട്ടാണ് അങ്ങേര് അത് അവതരിപ്പിക്കുന്നത്. പിന്നെ എപ്പോഴും ഒരു സംഘർഷത്തിന്റെ സൂചനയുണ്ട്, ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയും, അല്ലെ? മാധ്യമങ്ങൾക്ക് ഒരിക്കലും, ലോകത്തെ ഒരു മാധ്യമത്തിനും ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത വിധത്തില് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയും. അതായത് മാധ്യമങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും ആ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ പവലിന്റെ കുറിപ്പില്, ഈ ഇദ്ദേഹം എഴുതിയ കുറിപ്പില് ഈ 3 കാര്യങ്ങളും കൃത്യമായി ഉറപ്പാക്കിയിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നമ്മൾ ട്രംപിന്റെ ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു എന്നുള്ളത് പലർക്കും അറിയാമായിരിക്കും. പക്ഷെ വെറും ഒരു ബിസിനസ്സുകാരൻ മാത്രമായിരുന്നില്ല. ഈ 10 വർഷത്തോളം അമേരിക്കൻ ടെലിവിഷനിൽ ടെലികാസ്റ്റ് ചെയ്ത ദി അപ്രന്റിസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി TV ഷോയുടെ അവതാരകനായിരുന്നു, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുമായിരുന്നു. അത് അദ്ദേഹത്തെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അതായത് എപ്പോഴും ക്യാമറയുടെ നിയന്ത്രണം തൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും അന്ന് അദ്ദേഹം ഉറപ്പാക്കിയത്. മാത്രമല്ല, ഈ റിയാലിറ്റി ഷോയിലൊക്കെ ഒരു കഥ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ എപ്പോഴും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. എപ്പോഴും സസ്പെൻസ് ആണ്, അടുത്ത വരാൻ പോകുന്നത് എന്താണെന്ന് ആർക്കും അറിയില്ല. ആരെ വേണമെങ്കിലും ഷോയിൽ നിന്ന് പുറത്താക്കാം.
അപ്രന്റിസ് എന്ന് പറഞ്ഞതിന്റെ കൂടുതൽ അതിനെപ്പറ്റി വായിക്കുകയാണെങ്കിൽ മനസ്സിലാവും. യു ആർ ഫയർഡ്, ഓ യു ആർ ടേക്കൺ, യു ആർ ഹയർഡ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ആ സമയത്തെ വാക്കുകൾ. കൂടാതെ സ്വയം ഒരു ബ്രാൻഡായി മാറാനുള്ള ട്രംപിന്റെ കഴിവ് അപാരമാണ്. ഈ രാഷ്ട്രീയം പോലും അദ്ദേഹത്തെ സംബന്ധിച്ചോളം മറ്റൊരു വേദി മാത്രമാണ്. താൻ ഇതുവരെ തന്റെ ജീവിതത്തിൽ നടത്തി വരുന്നിട്ടുള്ള നാടകീയതയുടെയും അവതരണങ്ങളുടെയും മറ്റൊരു വേദി മാത്രമാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പോസ്റ്റ്. ഫസ്റ്റ് ടൈമിൽ അങ്ങനെ ആയിരുന്നു എന്നുള്ളത് എങ്ങനെയായാലും ഇത്തവണ അതൊരു വലിയ നാടകം തന്നെയാണ് കളിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ഒരിക്കലും വിരസമായ പത്രക്കുറിപ്പുകളൊന്നും ഇറക്കാറില്ല. അതിന്റെ ശൈലി ഇങ്ങനെയൊക്കെയാണ്. എല്ലായിടവും ഒരു കുളം കലക്കുക, എന്നിട്ട് തന്റെ ഈ പറഞ്ഞ പോലെ ഒരു പേന കൊണ്ടൊരു സിമ്പിൾ നോട്ട്. പണ്ട് ഇദ്ദേഹം ഓർക്കുകയാണെങ്കിൽ നമ്മുടെ വടക്കൻ കൊറിയയുടെ കിങ് ജോങ് ഉന്നുമായിട്ട് നടന്നാണ് ഈ വടക്കൻ കൊറിയയിലേക്ക് പ്രവേശിച്ചത്, സൗത്ത് കൊറിയയിൽ നിന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫെഡറൽ ബാങ്ക് ചെയർമാൻ എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ്. ലോകത്തെ എല്ലാ അമേരിക്കൻ വിപണി മാത്രമല്ല, ലോകത്തിലെ എല്ലാ വിപണികളെയും നിയന്ത്രിക്കുന്നത് ഈ ഫെഡറൽ റിസർവ് ചെയർമാനാണ്. അങ്ങേർക്കാണ് ഒരു വെള്ള പേപ്പർ എടുത്തു വെച്ചിട്ട് ഒരു പേന കൊണ്ട് ഒരു എഴുത്തെഴുതി നോട്ട് എഴുതി അയച്ചത്. അപ്പം ഈ നിയമപുസ്തകം അല്ലെങ്കിൽ റൂൾ ബുക്കുകൾ ഒരിക്കലും അദ്ദേഹത്തെ നിയന്ത്രിച്ചിട്ടില്ല. മാത്രമല്ല ഒരു വലിയ ബ്രാൻഡ് ബിൽഡറാണ്. ഈ ബ്രാൻഡ് ട്രംപ് എന്ന് പറയുന്ന ഒരു സങ്കല്പം. ഈ ട്രംപിന്റെ ബിസിനസ് ജീവിതം തന്നെ ഒരൊറ്റ കാര്യത്തിലാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത്: ബ്രാൻഡ് ഇമേജ്, ബ്രാൻഡ് വിസിബിലിറ്റി എന്നാണ് എൻ്റെ കറക്റ്റ് ഉപയോഗം. തൻ വലിയ ടവർ ഡൽഹിയിൽ തന്നെ അദ്ദേഹത്തിന്റെ കമ്പനിക്ക് ഒരു ഫ്ലാറ്റ് ഉണ്ട്, ട്രംപ്. അതിന്റെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട് ട്രംപ്. ഇപ്പൊ ഏത് ടവർ കെട്ടിപ്പൊക്കിയാലും അതിന്റെ മേളിൽ ട്രംപ് എന്ന് എഴുതി വെക്കും. ടൈകളിൽ ട്രംപ് എന്ന് എഴുതും. ഈവൻ സ്റ്റീക്ക് വിൽക്കുന്നത്, അതായത് സ്റ്റീക്ക് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു ബീഫിന്റെ അല്ലെങ്കിൽ പോർക്കിന്റെ ഒരു ഭക്ഷണമാണ്. അതിൽ പോലും തന്റെ ബ്രാൻഡ് നെയിം എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിലായാലും അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോൾ പോലും അതേ നയം തന്നെയാണ്, അതേ കാര്യം തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഓരോ നിമിഷവും ബ്രാൻഡ് ട്രംപിനെ മുൻനിരയിൽ എത്തിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ തമാശയാണോ എന്ന് പറയാൻ പറ്റൂല. കാരണം അതൊരു വലിയ ഗെയിം കളിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞ ഫെഡറൽ ബാങ്ക് ചെയർമാന് അതിന്റെ ബാങ്കറിന്, ഫെഡറൽ റിസർവിന്റെ ബാങ്കറിന് കത്തെഴുതുമ്പം കുറെ കണക്കുകളാണ് നിരത്തേണ്ടത്. ഒന്നും പറഞ്ഞില്ല, നിങ്ങളുടെ പലിശ നിരക്ക് വളരെ കൂടുതലാണ്, ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കണം, ഓടാൻ കുറയ്ക്കണം, പിന്നെ ഒരു ചാർട്ട്, ഇത്രയേ ഉള്ളൂ. അപ്പൊ അത് വളരെ ഇഫക്റ്റീവാണ്. അത് ആ പഴയ ഒരു TV ടോക്ക് ഷോ നടത്തി വളരെ സക്സസ്ഫുള്ളായി നടത്തി വിജയിച്ച ഒരു ആങ്കറുടെ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റിന്റെ അഭിനയ പാടവമാണ്. അപ്പൊ ഇന്നലെ ഈ കത്ത് പുറത്തു വന്നപ്പോൾ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ ലോകമാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു. ട്രംപ് പവലിന് കൈപ്പടയിൽ കുറിപ്പയച്ചു. ട്രംപ് പവലിനെ രൂക്ഷമായി വിമർശിച്ചു. ഈ ഷാർപ്പി പേന എന്ന് പറഞ്ഞ ഈ അവരുടെ ഒരു പേനയുടെ, സാധാരണ പേനയുടെ പേരാണ്. ട്രംപ് ഷാർപ്പി നയതന്ത്രം പുനരുജ്ജീവിപ്പിച്ചു. അപ്പൊ ഇതാണ് എല്ലാ പ്ലാറ്റ്ഫോമുകളിലും, സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, എല്ലാമത്തെ മാധ്യമങ്ങളിലായിക്കോട്ടെ, എവിടെ ആയാലും ഇതായിരുന്നു തലക്കെട്ടുകൾ. അപ്പൊ ഈ മനുഷ്യന് ഓരോ നിമിഷവും എങ്ങനെ മുതലെടുക്കണമെന്ന് കൃത്യമായിട്ടറിയാം. ഈവൻ ഇന്ത്യ പാക് വാറിൽ പോലും അവസാനം അങ്ങേര് ഹൈജാക്ക് ചെയ്തതിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലും. അപ്പോ കോംപ്ലക്സിറ്റികളില്ല, കമ്മിറ്റികളില്ല, ഒരു പേനയും ഒരു പേപ്പറും അതുപോലും വലിയ വാർത്തയാവുന്നു എന്നുള്ളതാണ്. അപ്പോ ഉയരുന്ന ചോദ്യം ഇതാണ്: ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രതിഭയാണോ അതോ വഴിതെറ്റിയ ഒരു റിയാലിറ്റി ഷോയാണോ ഇപ്പം നടക്കുന്നതെന്ന് ന്യായമായും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വന്തം കൈപ്പടയിൽ ഒരു കത്ത് ഒരു ധീരമായ സാമ്പത്തിക പ്രസ്താവനയായിരുന്നായിരിക്കും ഒരു പക്ഷേ അവിടുത്തെ ജനങ്ങൾ കരുതുക, ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ ഒരു സാമ്പത്തിക പ്രസ്താവനയാണെന്ന്. അല്ലെങ്കിൽ ഈ പണ്ടത്തെ അദ്ദേഹത്തിന്റെ ദി അപ്രന്റീസ് എന്ന ഷോയുടെ ദി ഓവൽ ഓഫീസ് എഡിഷൻ എന്ന് പറയുന്ന വേറൊരു എപ്പിസോഡായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കാണാം. അപ്പോ ഇതൊരു വല്ലാത്ത പ്രയോഗമായി പോയി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതേക്കുറിച്ച് എന്നറിയാൻ താല്പര്യം. അതുകൊണ്ട് ഈ ട്രംപ് പറയുന്നതിനെ കുറിച്ചൊന്നും നമ്മൾ ഇന്ത്യക്കാര്
വലിയ വിഷമിക്കുകയോ പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് അദ്ദേഹം ഒരു ഷോമാനാണ്. അപ്പൊ അത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നെ വരാം. താങ്ക് യു.